ജോലിക്ക് പോകാതെ വീട്ടിൽ കിടക്കാൻ ഇന്ന് കിട്ടിയ ഒരു ബന്ദ്. മിസ് കാട്കർ, നിങ്ങൾ അവധിക്കാലം ചെലവിടാനായി ഷാംപൂരിലേക്ക് പോകേണ്ട ആവശ്യം എന്ത്? അടികൈ. അവിടെ പോകുന്നത് അവധിക്കാലം ചെലവഴിക്കാനല്ല, ഞാൻ ജോലിക്കാണ് പോകുന്നത്. അടികൈ. കപ്പലണ്ടിയല്ലേ കഴിക്കുന്നത്? പീനട്സ് എനിക്കും കഴിക്കാൻ തരുമോ? പാക്കറ്റ് 100 രൂപയാണ്, വേണമെങ്കിൽ വാങ്ങിച്ച് കഴിക്കേ. 100 രൂപയോ? ഇത് സ്റ്റേഷനിൽ 10 രൂപയ്ക്ക് കിട്ടും, അറിയോ? ഫ്ലൈറ്റ് എടുത്ത് നിർത്തട്ടെ, ഞാൻ വാങ്ങിച്ചോളാം. ഈ ഫ്ലൈറ്റ് നിൽക്കുകയില്ല. പെട്രോൾ നിറയ്ക്കാനെങ്കിലും നിർത്തിയല്ലേ പറ്റുള്ളൂ. ഓ, നിന്റെ കാര്യം. ടാങ്ക് ഫുള്ളാക്കിയതിനു ശേഷം ഇത് പുറപ്പെടുന്നത്. ഇടയ്ക്ക് ചായ കുടിക്കാൻ വേണ്ടിയെങ്കിലും നിർത്തല്ലോ അല്ലേ? ഓ, ഇവനെ എങ്ങനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക. ഇത് ലക്സറി ബസ് അല്ല. എന്റെ ചേട്ടായി, ഇത് ബസ്സല്ല, പ്ലെയിനാ, പ്ലെയിൻ. നിങ്ങൾ ബസ് എന്ന് വിചാരിച്ചു അല്ലേ? എടാ കഴുതേ, ഞാനും പറഞ്ഞത് അത് തന്നെയാണ്. ഇത് ലക്സറി ബസ് അല്ല, ഇത് ഫ്ലൈറ്റ് ആണ്. പറഞ്ഞാ മനസ്സിലാക്ക്. ചായയും മറ്റു സാധനങ്ങളൊക്കെ ഇതിനകത്ത് തന്നെ കിട്ടും. മനസ്സിലായോ? ഓഹോ, പക്ഷെ എനിക്കൊരു സാധനം മേടിക്കേണ്ട ഒരു ആവശ്യമില്ല. എന്നാ ഇതാ കഴിച്ചോ. പക്ഷെ പകുതി നിങ്ങൾ തന്നെ കഴിച്ചല്ലോ, അതുകൊണ്ട് 50 രൂപ ഞാൻ തരുള്ളൂ. എന്റെ പൊന്നെ, ഞാനിത് നിനക്ക് ഫ്രീ ആയിട്ട് തന്നിരിക്കുകയാണ്. നീ അതങ്ങ് കഴിച്ചോ. താങ്ക് യു. നിങ്ങൾ ഷാംപൂരിലേക്കാണോ പോണേ? ഇല്ല, അങ്കത്പൂർ. പ്ലെയിൻ നിർത്ത്, പ്ലെയിൻ നിർത്ത്. Any problem, sir? ഇദ്ദേഹത്തിന് അടുത്ത സ്റ്റേഷനിൽ ഇറക്കി വിടണം കേട്ടോ. What happened, sir? ഹാർട്ട് അറ്റാക്ക് ആണോ? പ്ലെയിനിൽ ഏതെങ്കിലും ഡോക്ടേഴ്സ് ഉണ്ടോ? എന്താണ് പ്രശ്നം? മാറ നോക്കട്ടെ. ഇദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് ഒന്നും വന്നിട്ടില്ല. എനിക്ക് ഇതുവരെ ഹാർട്ട് അറ്റാക്ക് ഒന്നും ഇല്ല. പക്ഷെ ഇവ അടുത്തിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വരും. അങ്ങ് എന്തിനാണ് വിളിച്ചു കൂവിയത്? ഇദ്ദേഹത്തിന് അങ്കത്പൂരിലേക്കാ പോണ്ടേ, പക്ഷെ ഈ ഫ്ലൈറ്റ് ഷാംപൂരിലേക്കല്ലേ പോകുന്നത്? എടാ കഴുത, ഇത് കണക്ടിംഗ് ഫ്ലൈറ്റാ. ഷാംപൂരിൽ പോയിട്ട് അങ്കത്പൂരിലേക്ക് പോകും. പ്ലീസ് ദയവായിട്ട് എന്റെ സീറ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് തരാമോ? സർ, അങ്ങ് വേണമെങ്കിൽ എന്റെ സീറ്റിൽ വന്നിരുന്നോളൂ. എന്റെ അമ്മോ, അവധിക്കാലം തുടങ്ങിയില്ല, പക്ഷേ ഹണി തന്റെ ജോലി തുടങ്ങി. ഷാംപൂരിലേക്ക് റിലാക്സ് ചെയ്യാനാ പോകുന്നത്. അവിടെ ടെൻഷൻ ഒന്നും തന്നേക്കരുത്, മനസ്സിലായല്ലോ? കലക്കി പന്നി, എന്തൊരു ഷോട്ടായത്. ഭൂകമ്പം വന്നാൽ കെട്ടിടങ്ങൾ താഴേക്ക് പോകുന്നു. മിസ് കാട്കർ വന്നിരുന്നെങ്കിൽ സന്തോഷമായിരിക്കാമായിരുന്നു. അടികൈ. അതെ, മേഡം വന്നിരുന്നെങ്കിൽ രസമായിരിക്കുമായിരുന്നു. എടേ, അടിച്ചു പൊളിച്ചു തിമിർത്തു. ഇതിന്റെ ഭാരം കാരണം ഇത് വെച്ച് എനിക്ക് കളിക്കാൻ കഴിയുന്നില്ല. എടാ ഹണി, ഇനി നിന്റെ കളിയാണ്. എടാ, നീ എന്റെ അവസാനം കണ്ട അടങ്ങും അല്ലേ? ക്രിക്കറ്റിൽ നിന്നും ഇന്ത്യയാണ് ജയിക്കേണ്ടത്. ഇനി ബണ്ണിയാണ് കളിക്കേണ്ടത്. അടികൈ. നീ ബോൾ എങ്ങോട്ടേക്കാണ് അടിച്ചത്? കൊച്ചളിയ, ബോള് ബോർഡറും കടന്ന് പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോ അത് എങ്ങനെ എടുത്തോണ്ട് വരും? ചെന്ന് എടുത്തോണ്ട് വാ. ഒരു പ്രശ്നമില്ല. ആ കിടക്കുന്ന വണ്ടി കണ്ടോ? അതില് ഞാൻ പോയി ബോൾ തിരിച്ചെടുത്തുകൊണ്ട് വരാം. കൊള്ളാം, അടിപൊളി ഐഡിയ തന്നെയാ. വേഗം വാ കൊച്ചളിയ, ഞാനും കൂടെ വരാം. ഹണി വേണ്ട, പറയുന്നത് കേക്ക്. മരം മണ്ടൻ, മാറ്, ഞാൻ ഓടിക്കാം. ക്രൊക്കോഡൈൽ. നമ്പർ താടാ, ഡയൽ ചെയ്തേക്കാം. എടാ കഴുതേ, അങ്ങോട്ട് നോക്ക്, മുതല. ഓ വാവ്, ഞാൻ തവളയാണെന്നാ വിചാരിച്ചേ. ഹലോ മിസ്റ്റർ മുതലാസ്. കൊച്ചളിയ, ഇത് ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു. ഹണി, ഇവറ്റകള് നമ്മളെ തിന്നും, ഓടിക്കോ. ഒത്ത് പിടിച്ചോ ഐലസ. വേഗം വേഗം ഹണി, വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. ഒത്ത് പിടിച്ചോ ഐലസ, ഒത്ത് പിടിച്ചോ ഐലസ. സ്റ്റാർട്ടായടാ, രക്ഷപ്പെട്ടു. അളിയ, അങ്ങോട്ട് നോക്ക്. ബണ്ണി, ബ്രേക്ക് ചവിട്ട്, ബ്രേക്ക്. എടാ, ബ്രേക്ക് ഫെയിലായെന്നാ തോന്നുന്നേ. ഇനി എന്തെങ്കിലും ചെയ്താൽ മതിയാകൂ.
കൊച്ചളിയ രക്ഷിക്ക്. ഹണി എന്റെ പൊന്നളിയാ. കൊച്ചളിയ റിവേഴ്സ് ഗിയറിട്ട് വാ, പെട്ടെന്ന് വാ. എന്റെ അമ്മച്ചി ഇതും പൊട്ടിപ്പോയല്ലോ. എടാ നിക്ക്, എടാ ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് വണ്ടി നിക്കുന്നില്ല. കൊച്ചളിയ മുന്നോട്ട് നോക്കടാ. കൊച്ചളിയ നമ്മൾ തീർച്ചയായിട്ടും ആ മരത്തിൽ പോയിടിക്കും. രക്ഷിക്കണേ. ഈ ബോൾ എവിടെ പോയി? ബാല ഒളിച്ചു കളിക്കുന്ന തൊന്നെ. സ്റ്റുപ്പിഡ്, ആളെ പേടിപ്പിക്കുന്നു. ഇത് കൊള്ളാലോ. വാ ബണ്ണി, എന്റെ കയ്യിൽ ബോൾ കിട്ടി. മുട്ടയാടാ ഇത്? അല്ല. ശരി, മുട്ട കിട്ടിയ നീ എന്ത് ചെയ്യും? എടാ കഴുതേ, നിന്റെ കയ്യിലിരിക്കുന്നത് മുട്ട തന്നെയാ. അങ്ങോട്ട് പോയി നോക്കാം, വാ. ഗോൾഫിനേക്കാളും ക്രിക്കറ്റാ നല്ലത്. എന്തായാലും ബോൾ പൊറക്കിടാൻ ഫീൽഡേഴ്സ് ഉണ്ടാവുമല്ലോ. അറിയണോ നിങ്ങൾക്ക് ചാട്ടയുടെ ചൂട്? ഞങ്ങൾ കളിച്ചോണ്ടിരുന്നത് ഗോൾഫ് കളിയാ, സ്റ്റിക്ക് വെച്ചുള്ള കളി. എടാ കുഴിമടിയന്മാരെ, വീട്ടിലുള്ള ജോലികളൊന്നും ചെയ്യാതെ ഇവിടെ വന്ന് ഗോൾഫ് കളിക്കുകയാണോ നിങ്ങള്? ബോസ്, ഇത് ഞങ്ങളുടെ അവധിക്കാലമാണ്. ഗോൾഫ് കളിക്കണം, ഫുട്ബോൾ കളിക്കണം എന്നുള്ളത് ഞങ്ങളുടെ ഇഷ്ടമാണ്. നിനക്ക് വായൽപ്പം കൂടുന്നുണ്ട്. നിനക്ക് ഫുട്ബോൾ കളിക്കണമെന്നുണ്ടെങ്കിൽ നീ വീട്ടിലേക്ക് ഒന്ന് വാ, നമുക്ക് നന്നായിട്ടൊന്ന് ഫുട്ബോൾ കളിച്ചേക്കാം. ഫുട്ബോൾ കളിക്കാനാണെങ്കിലേ ദാ ഇവിടെ കളിക്കേ, എന്നിട്ട് കണ്ടോ ഞാൻ എത്ര ഗോൾ അടിക്കുന്നെന്ന്. നിങ്ങളൊന്ന് വീട്ടിലേക്ക് വാ, ഞാൻ അവിടെ എത്ര ഗോള് എങ്ങനെയൊക്കെ അടിക്കുന്നു എന്ന് കാണിച്ചു തന്നേക്കാം. അറിയണോ നിങ്ങൾക്ക് ചാട്ടവാറുടെ ചൂട്? ഹലോ, കാതീന്ന് വിട്, വേദനിക്കുന്നു. ഇവർ രണ്ടുപേരും എങ്ങോട്ടാണ് പോയത്? ഇവരങ്ങോട്ട് പോയിട്ട് എത്രമാത്രം സമയമായി? സൂര്യന്റെ ചൂട് അല്പം ഒന്ന് കൂടി. ഞാൻ പോകുന്നു റെസ്റ്റോറന്റ് തേടി. അടികൈ. തീർച്ചയായും ഈ വഴി തന്നെയായിരിക്കും പോയിരിക്കുക. അതാ ഇരിപ്പുണ്ട്. ഇവിടെ എന്തെടുക്കുകയാണ്? വാ, അവിടെ എല്ലാരും ലഞ്ച് കഴിക്കാൻ പോയി. ഞങ്ങൾ ലഞ്ച് കഴിക്കാനൊന്നും വരുന്നില്ല, ഞങ്ങളെ പോകാൻ വിടോ പ്ലീസ്. എവിടേക്കാ പോകാൻ പോകുന്നത്? ഞങ്ങൾ എവിടേക്കെങ്കിലും പോയിക്കോളാം, എന്നാൽ ഈ പട്ടണം വിട്ട് പോണേന്നുള്ളൂ. നിങ്ങൾക്ക് എന്താ വട്ടുപിടിച്ചിരിക്കുകയാണോ? വാ എന്റെ കൂടെ. ഞങ്ങളെ ഒന്ന് വിട്ടേക്ക്. പ്ലീസ്, ഞങ്ങളെ ഞങ്ങളെ വിട്. വിട്. ഞങ്ങൾ പറയുന്നത് കേൾക്ക്, ഞങ്ങളെ വിട്. നടക്ക്. പ്ലീസ് ഞങ്ങളെ വിട്ടേക്ക്. ഞങ്ങളെ വിട്ടേക്ക്. ദയവ് ചെയ്ത് ഞങ്ങളെ വിട്ടേക്ക്. മിണ്ടാതെ അവിടെ ചെന്നിരുന്ന് ആഹാരം കഴിക്കാൻ നോക്ക്. ഇത്രയധികം ആൾക്കാരുണ്ടല്ലോ, ആരെങ്കിലും ഞങ്ങളെ തിരിച്ചറിഞ്ഞ വീണ്ടും അവിടെ കൊണ്ടേ വിടും. ഓടിക്കോ. അതെ അതെ, വാ വേഗം പോ. ഞാൻ പറയുന്നത് അതെ, കേൾക്ക്. ഓടിക്കോ ഓടിക്കോ, വേഗം ഓടിക്കോ. ന്യൂഡിൽസ് എങ്ങനെയുണ്ട് സാർ? ഓഹോ, എറണാകുളം കഴിഞ്ഞാൽ അടുത്ത സ്റ്റോപ്പ് ആലുവ. നിനക്ക് കഴിക്കാൻ വേണ്ടത് അലുവ. അടികൈ. ഒന്നിനും കൊള്ളില്ല.
ഔട്ട്സൈഡ്. ഔട്ട്. എന്റെ അമ്മച്ചി. ഈ കിട്ടിപ്പോയി. ഉണ്ടാക്കിയ നഷ്ടത്തിനില്ല, മര്യാദയ്ക്ക് കാശെടുക്ക്. ഞങ്ങളുടെ കയ്യിൽ പൈസയൊന്നുമില്ല. എങ്കിൽ ഹോട്ടൽ മുഴുവൻ വൃത്തിയാക്ക്. ഓക്കെ ചേട്ടാ, ചേട്ടൻ എന്ത് പറയുന്നുവോ അതുപോലെ അങ്ങ് ചെയ്തോളാം. അതിന്റെ ആവശ്യമൊന്നുമില്ല. പൈസ ഞങ്ങൾ തന്നോളാം. വേണ്ട വേണ്ട, നിങ്ങളുടെ അടുത്ത് ഞങ്ങൾ എങ്ങനെ പൈസ വാങ്ങും? നിങ്ങൾ ആരാണെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ലല്ലോ. ഹണി ബണി, നാടകം കളിക്കുന്നത് മതിയാക്ക്. ആരാണ് ഹണി ബണി? ഞങ്ങൾ സോമന ശശിയാണ്. ഞങ്ങളെ വീട്ടിലേക്ക് പോവാൻ അനുവദിക്ക, അല്ലെങ്കിൽ ആ തടിയെ ഞങ്ങളെ തല്ലും. പേടിച്ചാൽ ഏത് തടിയനും ആര് വേണേലും തല്ലും ഹണി. ഹണി അല്ലല്ല, ഞങ്ങൾ സോമന ശശിയാണ്. ആക്ടിംഗ്. ഇത് സ്ഥലം വേറെയാണ് മോനെ ദിനേശ. ഇവിടെ നീ കളിച്ചാൽ നിന്നെ ഞാൻ പിടിച്ച് സവാരി ഗിരിഗിരി നടത്തും. അടിപൊളിയായിട്ടുണ്ട്. എന്നാ ഞങ്ങൾ ഇവിടുന്ന് പോയിക്കോട്ടെ. തരേണ്ട പൈസ തരാതെ ഇവിടുന്ന് പുറത്തു പോവുകയാണെങ്കിൽ അടിച്ച് ഞാൻ കാല് പൊട്ടിക്കും. ആ, ഞങ്ങളെ വിട്, ഞങ്ങളെ വിട്, പറയുന്നത് കേക്ക്. ഞങ്ങളെ വിടാൻ. ഇതൊട്ടും ശരിയല്ല. ആ, ഞങ്ങളെ വിടാനാണ് പറഞ്ഞത്. ഞങ്ങളെ വിടാൻ പറഞ്ഞെന്താ മനസ്സിലാക്കാത്ത? ഞങ്ങളെ വിട്, ഞങ്ങളെ വിട്, ഞങ്ങളെ വിട്. ആ കിട്ടിപ്പോയല്ലോ. ആ ഞങ്ങളെ വിടാനാ പറഞ്ഞത്. രണ്ടിടത്തിനും കൈയോടെ പിടികൂടി. ഇവിടെ അടുത്തുള്ള ഗോൾഫ് ക്ലബിലുണ്ടായിരുന്നോ? എന്തൊരു കളിയാ ബ്രോ. ബ്രോ, അല്ല നിങ്ങളുടെ പ്രോബ്ലം എന്താണ്? പ്രോബ്ലമൊക്കെ ഞാൻ നിനക്ക് പിന്നെ പറഞ്ഞു തരാം. ഫുട്ബോൾ കളിക്കാൻ നിനക്ക് ഭയങ്കര ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞത്? ഇവന്മാർ രണ്ടുപേരെയും ഞാൻ ഫുട്ബോൾ ആക്കി കളിക്കാൻ പോവുകയാണ്. ഓടിക്കോ. വേണ്ട. വാഴപ്പഴം വേണോ? ആ പഴം ഇങ്ങതാ. പിടിച്ചോ. എവിടെ പോയി? രണ്ടും കൂടെ എവിടേക്ക് അതെ. പോയി? അതെ, എവിടെ പോയി? ഏ? ആ, 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 ആ. ഓ. അയ്യോ, ഇതെന്തോ? ഓ, അങ്ങനെ അങ്ങനെ ഇങ്ങനെ അങ്ങനെ അങ്ങനെ. എന്നാ ഇതിനെ കിക്കടിച്ചോ. ഇത് യഥാർത്ഥ ബോളാണ്. ഇന്നാ പിടിച്ചോ. ആ എന്നെ എറിഞ്ഞു അല്ലേ? ആ ആ ഡബിൾ ബോൾ. ഇതിൽ യഥാർത്ഥ ബോൾ ഏതാണ്? ഒന്ന് മാറി നിൽക്ക്. ഏതാണെന്ന് ഞാൻ ഇപ്പൊ പറയാം. ആ, ആ, ആ. ആ, ആ, ഇത് നിനക്ക് തടയാൻ കഴിയില്ല. ഇതിനെ ഞാൻ തീർച്ചയായിട്ടും ഗോളാക്കി മാറ്റും. കൊച്ചളിയ താഴേക്ക് നോക്ക്, താഴേക്ക്. മതിയാക്ക്, ഇതോടെ നിർത്തിക്കോ. എന്നോട് ആജ്ഞാപിക്കാൻ മാത്രം നീ വളർന്നോടാ. അറിയണോ നിങ്ങൾക്ക് ചാട്ടയുടെ ചൂട്? നന്നായിട്ട് തല്ലിയാൽ ആരും നന്നായിക്കൊള്ളും. നിങ്ങൾക്കെന്താ വേദനിക്കില്ലേ? തല്ല് കിട്ടിയാലും താൻ നന്നാവും എനിക്ക് തോന്നില്ല കേട്ടോ. ഇത് ഇവന്റെ കാര്യമല്ല പറഞ്ഞ, നിങ്ങളുടെ രണ്ടുപേരുടെയും കാര്യമാ. ഞാനൊരു നല്ല കുട്ടിയാണ്.
എന്നെ ആരും തല്ലി നന്നാക്കണ്ട. ഞാൻ ഇവിടുന്ന് പോവാണ്. എനിക്കിവിടെ താമസിക്കണ്ട. മടിയനായവൻ അതാ രക്ഷപ്പെടാൻ നോക്കിയത്. ഇവന്മാരെ തല്ലിയാ മാത്രമേ ഇവന്മാര് നന്നാവുകയുള്ളൂ. വേണ്ട വേണ്ട, തല്ലരുത്. നിങ്ങൾ എന്ത് പറയുന്നു അതുപോലെ ഞങ്ങൾ ചെയ്തോളാം. വീട് മുഴുവൻ വൃത്തിയാക്കണം, സാധനങ്ങളൊക്കെ പളപളാന്നിരിക്കണം. അത് എത്ര രൂപ ഞങ്ങൾ ശമ്പളം? 10 ചാട്ടവാറടി. വേണ്ട വേണ്ട, ഞങ്ങൾ ഫ്രീ ആയിട്ട് ചെയ്തോളാം. ഞാൻ ചെയ്യില്ല. ഞാൻ ജോലിക്കാരനൊന്നുമല്ല. അവന്റെ കയ്യിൽ ചാട്ടയുണ്ട്. നമുക്ക് പിന്നീട് രക്ഷപ്പെടാൻ നോക്കാം. ഇപ്പൊ ജോലി ചെയ്യുന്ന പോലെ നമുക്ക് അഭിനയിക്കാം. വാ, നമുക്ക് തുടങ്ങാം. ആ ഇതെന്താ? വിടാനാ പറഞ്ഞതാ. രണ്ട് മടിയന്മാർ എത്ര വേഗത്തിലാ ജോലി ചെയ്യുന്നത്, സംശയമുണ്ടോ? ആ, എനിക്ക് സംശയമുണ്ട്. ഇവർ രണ്ടുപേരും ഹണി ബണിയെ അല്ല. എടാ, ഞാൻ തത്തമ്മയാ, ചവിട്ടുമെത്തയല്ല. എന്നെ ഇങ്ങനെ പിഴിഞ്ഞെടുക്കാനായി. പഠിച്ച ചോദ്യം മറന്നു, എഴുതിയ ഉത്തരം തെറ്റി. ഇവർ രണ്ടുപേർക്കും ഇന്ന് എന്ത് പറ്റി? അടികൈ. ദുഷ്ടന്റെ തല്ലുകൊണ്ട് ഞങ്ങളെന്നും കരഞ്ഞു. ഇന്ന് ഈ ഹോട്ടൽ മുഴുവൻ ഞങ്ങൾ വൃത്തിയാക്കി കഴിഞ്ഞു. ഹണി, നീ കവിത പറയാണോ? ഇവൻ കുഞ്ഞുനാൾ മുതൽക്കേ നന്നായിട്ട് കവിത പറയും. കുഞ്ഞുനാൾ മുതൽ നീ ഞങ്ങളെ കൂടെ തന്നെ ഉണ്ടല്ലോ. എന്നാ നീ കവിത പറഞ്ഞ് ഞാൻ കേട്ടിട്ടേ ഇല്ലല്ലോ. കുഞ്ഞുനാള് മുതൽ ഞങ്ങൾ ഞങ്ങളുടെ ബംഗ്ലാവിലാണ് ജീവിക്കുന്നത്. GT റോഡിലുള്ള സോമൻ വില്ലയാണ്. അതെ, അത് ഇവന്റെ പേരിലുള്ളതാണ്. ഇവൻ സോമൻ, ഞാൻ ശശി. കറണ്ട് പോയപ്പോൾ ഫ്രിഡ്ജിലെ മീൻ മുഴുവൻ നാറി. ഹണിയും പണിയും സോമനും ശശിയായി മാറി. അടികൈ. അല്ലല്ല, ഞങ്ങൾ കുഞ്ഞുനാള് മുതൽക്കേ സോമന് ശശിയാണ്. ഓ ഗോഡ്, ഇവരുടെ രണ്ടുപേരുടെയും ഓർമ്മശക്തി പോയെന്നാ എനിക്ക് തോന്നുന്നത്. ഇവരെ കൊണ്ടുപോയി ഡോക്ടറിനോട് കാണിക്കണം. എന്തോ പ്രശ്നമുണ്ട്. ഒരുപക്ഷെ ഇവര് പറയുന്നത് സത്യമായിരിക്കോ? ഇവര് ഹണിയും പണിയും അല്ല, സോമനും ശശിയും തന്നെയാണ്. ചൂടുവെള്ളത്തിലിട്ടാൽ മുട്ട പുഴുങ്ങിയത്, ദോശക്കല്ലിലിട്ടാൽ മുട്ട ആംപ്ലേറ്റ്. സോമൻ വില്ല എന്ന ഒന്നും ഉണ്ടോ എന്ന് നോക്കിയിട്ട് വന്നേക്കാം. ഓടിക്കോ, ഓട്. എന്റെ അമ്മച്ചി. ഓഹോ, പുറത്തേക്ക് പോവാൻ നോക്കുകയാണോ? അത് സത്യം തന്നെയാണ്. ചേട്ടാ, ഒന്ന് വേഗം ഓടി വാ. യവന്മാർ രക്ഷപ്പെടാൻ നോക്കുകയാണ്. നിക്കടാ അവിടെ. ഓടിക്കോടാ ഹണി, ഓടിക്കോ. ഓടിക്കോടാ ഹണി, ഓടിക്കോ. എടാ നിക്ക, എങ്ങോട്ടേ പോന്ന്? എടാ നിക്ക. എടാ എന്താണ്? എടാ നിക്ക്, എടാ നിക്ക്, ഞാനും വരുന്നു. എന്താ കാണിച്ചത്? എടാ നിർത്ത, ഞാനും വരുന്നു. എടാ എനിക്ക് വേദനിക്കട്ടോ. എടി എടാ എനിക്ക് കൊള്ളുന്ന. അയ്യോ, എന്ത് ചെയ്യും? എന്താ സംഭവിച്ചതാ? തടി പറിച്ചു. ഓടാ അവിടുന്ന്. ഓടാ അവിടുന്ന്. ഹണി, നീ അത് വഴി വെക്കോ, ഞാൻ ഇതുവഴി വന്നേക്കാം. എന്നാ ചിരി കൊച്ചളിയാ?
എന്റെ മുച്ചി എന്നെ തന്നെ നിങ്ങൾ കുടിക്കുമല്ലോടാ. ഓടിക്കാണി ഓടിക്കോ. കൊച്ചളിയ ആ തടിയൻ പണി തന്നു. അറിയണോ നിങ്ങൾക്ക് ചാട്ടയുടെ ചൂട്? നീ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട ഇവന്റെ കാര്യം പോക്ക. ഒരു മിനിറ്റ്, ഞാൻ ഇതിനകത്ത് കുടുങ്ങിയിരിക്കുകയാണ്. എന്നെ പുറത്തേക്ക് എടുത്ത് വിട്. ഈ ഹണിയും പണിയും എനിക്ക് മുമ്പേ എങ്ങനെയാ ഇവിടെ എത്തിയത്? എടുത്തേ എന്നെ ഒന്ന് പുറത്തേക്ക് എടുത്ത് വിടറാ. ഒരുത്തൻ സ്വയം ശ്രമിച്ചില്ല എങ്കിൽ അവനെ രക്ഷിക്കാൻ ആരെ കൊണ്ടും പറ്റില്ല. സംശയമുണ്ടോ? എടുത്തേ നീ തത്തേലടാ, നീ ഒന്നാം നമ്പർ ചെകുത്താനാ ചെകുത്താന്. ബ്രോ ഇത് കുറച്ച് കൂടുതലാ. എനിക്ക് ദേഷ്യം വരികയാണ്. ദേഷ്യം വന്ന എന്ത് ചെയ്യും? വെറുതെ എന്റെ കൈ കൊണ്ട് തല്ലുകൊള്ളണ്ട പറഞ്ഞേക്കാം. വേണ്ട വിട്ടേക്ക് കൊച്ചളിയ, അല്ലെങ്കിൽ ആ ചാട്ടവാറ് കൊണ്ട് നമ്മുടെ തടി കേടാവും. അതാണ് ശരി. പിന്നെ ഒരു കാര്യം, ഈ മാസത്തെ കാശുമായി വക്കീൽ ഇങ്ങോട്ട് വരുന്നുണ്ട്. പൈസ വാങ്ങി സൈൻ ഇട്ട് ആ പൈസ ബോളറാമിന്റെ അടുത്ത് കൊടുത്തേക്കണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക അറിയാലോ? ആ അടികിട്ടും അടികിട്ടും. മനസ്സിലായി മനസ്സിലായി ഞങ്ങൾക്ക്. ഒരു സംശയമുണ്ടേ, വക്കീൽ എന്തിനാ നമുക്ക് പൈസ തരുന്നത്? കാരണം നിന്റെ മുത്തശ്ശൻ എന്നെ കെയർ ടേക്കർ ആക്കിയിട്ട് അയാള് മരിച്ചു പോയില്ലേ? മുത്തശ്ശനോ? എന്താടാ നീയൊക്കെ നിന്റെ മുത്തശ്ശനെയും മറന്നോ? നിന്റെ അപ്പന്റെ അപ്പൻ പൈസ വാങ്ങിച്ച് ബോളറാമിന്റെ അടുത്ത് കൊടുത്തേക്ക്, അല്ലെങ്കിൽ ഞാൻ അറിയാലോ. തല്ലുകൊള്ളും. ഉം, ഉം. ഇവിടെ എന്തായി സംഭവിക്കുന്നേ? എടാ, ആ എനിക്ക് മുമ്പേ നിങ്ങൾ എങ്ങനെയാ ഇവിടെ എത്തിയത്? പോപ്പട്ടെ എന്റെ കൂട്ടുകാരാ. എന്തായാലും നന്നായടാ, നീ എത്തിയല്ലോ. ഞങ്ങളൊരു കുരുക്കിൽ കുടുങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾ ഗോൾഫിന്റെ ബോൾ എടുക്കാൻ വേണ്ടി പോയതാ. ഇവിടെ ഒരുത്തൻ ഞങ്ങളെ പൊക്കിക്കൊണ്ട് വന്നു. അത് ശരി. അപ്പോൾ ഇത് ഡബിൾ റോളിന്റെ കളിയാണ്. ഇപ്പോഴെല്ലാം പിടികിട്ടി. അവർ പറഞ്ഞത് ശരിയാണ്. അവര് സോമനും ശശിയും തന്നെ. ആര്? അവന്മാർ ഞങ്ങളുടെ കൂടെ ഹോട്ടലിലുണ്ട്. കാണാൻ നിങ്ങളെ പോലെ തന്നെയാ. ഇത് അവരുടെ വീട് തന്നെയാ. സംശയമുണ്ടോ? അപ്പൊ ഇവര് നമ്മളെ സോമനും ശശിയെന്ന് കരുതിയിരിക്കണോ? നമ്മള് ഹണിയും പണിയാണ്, സോമനും ശശി അല്ലെന്ന് അവരോട് നമുക്ക് പറയാം. വേണ്ട, ഇനി നമ്മൾ സോമനും ശശിയായിട്ട് ജീവിക്കാൻ പോവുകയാണ്. എന്തിന്? ഇവന്മാര് സോമനും ശശിയും ദ്രോഹിക്കുകയാണ്. ഇവരിവിടുത്തെ ജോലിക്കാരാ, എന്നാൽ അവരെ ജോലിക്കാരാ ഇവന്മാര് മാറ്റിയിരിക്കുക. വക്കീല് കൊടുക്കുന്ന പൈസയും ഇവന്മാര് തിന്നു തീർക്കുക. നമ്മൾ അവരെ സഹായിച്ചേ മതിയാകൂ. നീ പറഞ്ഞതാണ് ശരി. ആ സോമനും ശശിയും വളരെ പാവങ്ങളാണ്. ആ ഇനി ഇവന്മാർക്ക് നമ്മൾ സോമനും ശശിയായിട്ട് അഭിനയിച്ച് ആരാണെന്ന് കാണിച്ചു കൊടുക്കാം. യെസ്. പക്ഷെ നിന്നെ എന്തായാലും അവന്മാർ പിടിക്കും. അതെന്താ? വക്കീല് കാശ് തരുമ്പോ സൈൻ എന്തായാലും ഇട്ട് കൊടുക്കണമല്ലോ. സംശയമുണ്ടോ? സൈൻ ചെയ്താലല്ലേ അവർ പിടിക്കുകയുള്ളൂ. എടാ രമേശേ, എടാ സുരേഷേ, നിങ്ങൾ എവിടെയാ ഉള്ളത്? എടോ വക്കീലേ, രമേഷും സുരേഷും അല്ലടോ, സോമനും ശശിയുമാണ്. അങ്ങ് പറഞ്ഞതാണ് ശരി കോരച്ചായ. കോരയല്ലടോ, രഘു. അങ്ങനെ ആവാൻ വഴിയില്ലല്ലോ. അപ്പൊ പിന്നെ കോര ആരാണ്? അത് ആരെങ്കിലും ആയിക്കോട്ടെ. വെറുതെ ഇങ്ങനെ സംസാരിച്ചിരിക്കാതെ വേഗം പൈസ എടുക്കാൻ നോക്ക്. പൈസ തന്റെ കയ്യിൽ എങ്ങനെ തരാൻ കഴിയും? പൈസ ഞാൻ ചിന്നന്റെയും കുഞ്ഞന്റെയും കയ്യിലേ കൊടുക്കുകയുള്ളൂ. ചിന്നൻ കുഞ്ഞൻ, ഞാൻ എന്തൊക്കെയാ പറയുന്നേ? സോമൻ ശശി ഒന്ന് വേഗം വരൂ. നിങ്ങൾ വേഗം വന്നൊന്ന് സൈൻ ഇട. വക്കീൽ സാറിന് പോണം, അദ്ദേഹത്തിന് ഒരുപാട് ജോലിയുണ്ട്. സോറി, ഞങ്ങൾ ഇതിൽ സൈൻ ഇടില്ല. അല്ല അതെന്തുകൊണ്ടാണ്? സോറി, എനിക്ക് കൊണ്ടിട്ടുണ്ട്. അടിച്ചു പൊളിച്ചു തിമിർത്തു. നമുക്ക് ബുദ്ധി മാത്രം ഉണ്ടായിരുന്ന പോരാ, അത് ഉപയോഗിക്കാൻ യഥാസമയത്ത് അറിയണം. സംശയമുണ്ടോ? കുഴപ്പമില്ല, ഇതും മതി അല്ലേ വക്കീൽ സാറേ? ഏത് വിരളാ വേണ്ടതെന്ന് പറയാ. ഏത് വിരലോ വെക്കണ്ടേ? ഈ വിരലോ അതോ ഈ വിരലോ? താൻ എന്ത് കോപ്രായമായി കാട്ടിക്കൊണ്ടിരിക്കുന്നത്? ഏത് വിരളാ വേണ്ടതെന്നൊന്ന് വേഗം പറയാ. ആ പെട്ടെന്ന് ഏത് വിരലാ വേണ്ടെന്നുള്ള കാര്യം ഞാൻ തന്നെ അങ്ങ് മറന്നുപോയി കേട്ടോ. എന്നാ ശരി, നന്ദി, ഞാൻ പോയിട്ട് വരാം. നന്ദി, പോയിട്ട് വരാമെന്നോ? പൈസ എടുക്ക. പൈസ ഏത് പൈസയാടോ? മാസാമാസം ചെലവിന് കൊടുക്കുന്ന പൈസ. താൻ എന്തായി പറയുന്നത്? താനല്ല പൈസ മുഴുവൻ തന്റെ ഭാര്യയുടെ കയ്യിൽ കൊടുക്കാൻ പറഞ്ഞത്. പിന്നെ എന്തിനു വേണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് പൈസ തരേണ്ടത്? പറയേ. താൻ എന്താ ഞങ്ങളെ കളിയാക്കുകയാണോ? ഈ വീടിന്റെ ചെലവിനുള്ള കാശാ ചോദിച്ചത്. തന്നല്ലോ. നന്നായിട്ട് ഓർത്തു നോക്ക്, ഞാൻ തന്നല്ലോ.
അങ്ങനെ സംഭവിക്കാൻ വഴിയില്ലല്ലോ. ഞാൻ ഒന്നും മറക്കാത്ത ആളാണല്ലോ. താങ്ക് യു അങ്കിൾ. ശരി, ഞാൻ ഇറങ്ങുകയാണേ. എന്റെ പോസ്റ്റ് ഓഫീസിലെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് വീട്ടിൽ പോയി ഫയൽസ് നോക്കാനുള്ളതാ. ഇയാൾ എന്താ ഈ പറയുന്നേ? എടുക്കടാ, കാശ് ഇങ്ങോട്ട് എടുക്ക. കാശല്ല വേണ്ടത്, ഇന്നാ പിടിച്ചോ. എനിക്ക് കിട്ടിപ്പോയി കിട്ടിപ്പോയി. ഈ തത്തമ്മ എങ്ങനെ ഇവിടെ എത്തിയത്? എനിക്ക് എന്റെ കാശ് വേണം. നിക്കൂ. നിന്നെയൊക്കെ ഇന്ന് ഞാൻ മര്യാദ പഠിപ്പിക്കുന്നുണ്ടാ. എടാ, നിങ്ങൾക്ക് എങ്ങനെയാ ഇത്ര ധൈര്യം വന്നത്? മറന്നുപോയോ ചാട്ടേഴിയുടെ ചൂട്? ഹണ്ടർ എന്തിയെ? ദാണ്ട് അവിടെ ഉണ്ട്. ഇനി ചാട്ടയടിയുടെ ചൂട് നീ അറിയും. എടാ വേണ്ട വേണ്ട വേണ്ട, അയ്യോ എന്നെ കൊല്ലാൻ വരുന്നേ. എടാ മതിയാക്ക്. എടാ, നീ കാണിക്കുന്നത് ശരിയല്ല. ശരിയല്ലെന്നോ? എങ്കിൽ നീ ശരിക്കത് കൊടുക്ക. ഇവന് പൈസയല്ലേ വേണ്ടത്? ഡാൻസ് കളിക്കുകയാണെങ്കിൽ നമുക്ക് ഇവന് പൈസ കൊടുക്കാം. എടാ കള്ളത്തത്തെ, തല്ല് കിട്ടിയാൽ ആര് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യോടോ. അല്ല, നീ ആരാണ്? നീ എങ്ങനെയാ ഇവിടെ എത്തിയത്? എന്റെ പേര് പോപ്പട്ടെന്നാ. ഞാനിവിടെ പറന്നെത്തിയതാ. സംശയമുണ്ടോ? ഡാൻസ് കളിക്കടാ, ഡാൻസ് കളിക്ക. മതി, കഴിഞ്ഞു. ഇന്ന പിടിച്ചോ. എന്തോടെ ഇത്? വെറും 10 രൂപയോ? ഇനി ഇവിടെ ദിവസം വന്ന് കളിക്ക്. ദിവസം 10 രൂപ ഞാൻ തരാം. കൊച്ചളിയ, ഇവന് ഫുട്ബോൾ കളിക്കാൻ അറിയാന്നാ പറഞ്ഞത്. ഓർമ്മയില്ലേ? ഉണ്ട്, ഞങ്ങൾ നല്ല ഫുട്ബോൾ പ്ലെയേഴ്സ് ആണ്. ഞങ്ങൾ ഫുട്ബോൾ കളിച്ച് കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും പ്ലെയർ, ഞാൻ റെഫറി. അതെ, കളിക്കാനുള്ള ഫുട്ബോൾ എവിടെയാ? അതാണ് നീ. ഇന്ന പിടിച്ചോ. ഇനി ഞാൻ കളിക്കാതെ ഞാൻ ഹെഡിങ് ചെയ്യല്ലേ? എന്താടാ ഇതൊക്കെ? എടാ, മിണ്ടാതിരുന്നോ, അല്ലെങ്കിൽ യുവമാര് നമ്മുടെ തല പൊട്ടിക്കും പറഞ്ഞേക്കാം. എന്തിനാ തല്ലിയത്? എന്തിനാന്ന് വെച്ചാല് നിന്റെ മോന്ത കണ്ടാൽ തന്നെ അറിയാം നീ തീർച്ചയായും തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് അടിച്ചതാണേ. ശരിയല്ലേ കൊച്ചളിയ? ശരിയാ പൊന്നളിയ, നിങ്ങൾക്ക് വൃത്തിയാക്കുന്നത് വളരെ ഇഷ്ടമല്ലേ? അതുകൊണ്ട് നിങ്ങൾ രണ്ടും വീട് മുഴുവൻ വൃത്തിയാക്കണം. ആ, അല്ലെങ്കിൽ എന്താ സംഭവിക്ക? ചാട്ടയടിയുടെ ചൂട് നീയൊക്കെ അറിയും. അത് ഇപ്പൊ ഞാൻ അറിയിച്ചു തരാം. കടിയുടെ ചൂട് നിങ്ങൾ അറിയാം. എടാ റോജറേ, വാടാ, ഒന്ന് പെട്ടെന്ന് വാ. സാറേ, എത്തിപ്പോയി. ഇതാ എത്തിപ്പോയി. നീ എത്ര അപകടകാരിയാണെന്ന് ഈ പൂച്ചകൾക്ക് മനസ്സിലാക്കി കൊടുക്ക. ശരി, ഞാൻ ഇപ്പൊ കാണിച്ചു കൊടുക്കാം. പറയാതെ പെട്ടെന്ന് പോയി ചെയ്യാ. എടാ തത്തേ, ആദ്യം നിന്റെ കഥ ഞാൻ കഴിക്കും. എന്നാ വാടാ, വാ, വേഗം വാ. എന്റെ പൊന്നു മുതലാളി, എന്നെ കൊണ്ട് ഇനി എന്തായാലും തല്ലുകൊള്ളാൻ കഴിയില്ല. ഒന്നിന്റെ വിട്ടേക്ക്. ഞാൻ ഡോഗിയാണ്. മനുഷ്യരെ പോലെ എന്നോട് പെരുമാറരുത്. ഇനി ഈ വീട്ടിൽ ഞാൻ പറയുന്നത് നടക്കൂ. ജോലി ചെയ്താൽ ആഹാരം കിട്ടും. തുടങ്ങിക്കോ ജോലി.
ഓക്കെ, ഞാൻ പോയി സോർദാറിനോട് പറഞ്ഞേച്ചു വന്നേക്കാം. അവരാണ് സോമനും ശശിയും എന്ന്. ഈ ഇരുട്ടത്ത് എനിക്ക് വല്ലാതെ പേടിയാവുന്നു സോമ. ഇവന്മാര് ഇവിടുന്ന് നമ്മളെ പോകാൻ അനുവദിക്കില്ല. വീട്ടിൽ ചെന്ന് എത്തിയില്ലെങ്കിൽ അവന്മാര് നമ്മളെ അടിച്ചു കൊല്ലും. ശബ്ദമുണ്ടാക്കരുത്, അല്ലെങ്കിൽ ആ സോർദാർ കേൾക്കും. ജോർദാർ എല്ലാം തന്നെ കേൾക്കുന്നുണ്ട്. ഓടിക്കോ. ചേട്ടാ, അവിടെ കണ്ട ഒരു കാക്ക. നിങ്ങൾക്ക് എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ഞങ്ങൾ എന്തിനെങ്ങനെ ഓടിക്കുന്നേ? നിങ്ങളുടെ തലയ്ക്കകത്ത് എന്തോ ഒരു പ്രശ്നമുണ്ട്. തരിച്ചിങ്ങനെ പുറത്ത് കറങ്ങിയാൽ നിങ്ങളുടെ രോഗം കൂടും ഹണി ബണി. ഞങ്ങള് സോമനും ശശിയാണ്. മിണ്ടാതെ എന്റെ കൂടെ ഹോട്ടലിലേക്ക് വാ. ഇന്ന് നിങ്ങളെ ഞാൻ അലമാരയിൽ പൂട്ടി വെക്കാൻ പോവുകയാണ്. അല്ല, ആവശ്യത്തിൽ ഞാൻ മരത്തിൽ കയറി, പക്ഷെ ഇങ്ങനെ താഴേക്ക് ഇറങ്ങും. അത് ഞങ്ങൾ കാണിച്ചു തരാം. നിങ്ങൾ എന്ത് ചെയ്താലും എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. പത്രം രാവിലെ 8 മണിക്കാണ് വന്നത്. ഇങ്ങനെ പിടിച്ചോണ്ട് വരുവാൻ മാത്രം ഇവന്മാർ എന്താണ് ചെയ്തത്? അടികൈ. കന്യാ സാർ, ഇവർ പുറത്തേക്ക് പോകാൻ നോക്കി. പൂച്ച എന്ന് പറഞ്ഞ അവന്മാര് പുറത്തേക്ക് പോകുക തന്നെ ചെയ്യും. ഒരു സ്ഥലത്തിരിക്കാൻ എന്താ അവന്മാര് മൊട്ടയാണോ? സാറേ, ഇവർ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാനാണ് നോക്കിയത്. എന്തിന്? ഈ ഹോട്ടൽ എന്താ ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ലേ? കാര്യം അതല്ല കന്യാ സാർ, ഇവർ രണ്ടുപേരും എന്തിനാണ് ഇവിടുന്ന് പോകേണ്ടത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവർ ഹനിബനി അല്ല, പ്രേതമാണ്. സോമന്റെയും ശശിയുടെയും ആത്മാവ് ഇവരിൽ കയറിയിരിക്കുക. തനിക്കെന്താ വട്ടുണ്ടോ? ഇന്ന് നിറഞ്ഞ പൗർണമിയാണ് സാറേ. ഈ ദിവസമാണ് ആത്മാക്കൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. എന്റെ പുറത്ത് ഒരിക്കൽ കയറിയതാണ്. അവസാനം അതിനെ പുറത്താക്കാൻ പെട്ട പാട് എനിക്ക് മാത്രമേ അറിയൂ. കയ്യും കെട്ടി ഓരോന്ന് പറഞ്ഞ് ഞങ്ങളെ വട്ടിളക്കാതെ കാര്യം എന്താന്ന് വെച്ചാ തെളിച്ചു പറയ്. അടികൈ. ഇവിടെ അടുത്ത് തന്നെ ഒരു വലിയ മന്ത്രവാദിയുണ്ട്. അദ്ദേഹം പ്രേതങ്ങളെ ഓടിക്കും. ഞാൻ വിളിക്കണോ? അദ്ദേഹത്തിന് സുഖപ്പെടുത്താൻ കഴിയുമോ? ആന്നേ. ദാഹമെടുത്താൽ ഇളനീർ മാത്രം കുടിക്ക്. ആ മന്ത്രവാദിയെ താൻ ഇങ്ങോട്ട് വിളിക്ക്. അടികൈ. അടിപൊളി, അടിപൊളി. ഇവിടെ ഒരു ആത്മാവിനെ ഞാൻ കാണുന്നുണ്ട്. അകിടം പകിടം ഭൂകമ്പം, ഭൂതങ്ങളുടെ പേടി സ്വപ്നമാണ് ഞാൻ. സോമ, ശശി. സ്വാമി. ആത്മാവാണ്. ഇവരിനുള്ളിൽ സോമന്റെ ശശിയുടെയും ആത്മാവുണ്ട്. ആക്കിരി പോക്കിരി ചുക്കിരി മക്കിരി പ്ലാം പ്ലാം ടും ടും ക്ലാം ക്ലാം ഗ്ലിം ഗ്ലിം. പറയൂ, നിങ്ങളെ സോമൻ ശശിയല്ലേ? പറയൂ. അതെ, ഞങ്ങള് സോമനും ശശിയാണ്. കണ്ടോ സമ്മതിച്ചത്? ബൂം ബ്ലൂം ഗ്ലാങ് ഗ്ലാങ് ഗ്ലിങ് ഗ്ലിങ് ഗ്ലുങ് ഗ്ലുങ് ഡെങ് ഡേ ഡേ. ഇവരുടെ ആത്മാവിനെ ഞാൻ ഇതിനകത്ത് പിടിച്ചാക്കാൻ പോവുകയാണ്. ക്രിസ്മസ് വന്നാൽ കിട്ടും ഓസിയിൽ കേക്ക്. വേഗം തന്നെ ഇവന്മാരെ കുപ്പിയിലാക്ക്. അടികൈ. എടേ, ഇവിടെ എന്താണ് ഈ സംഭവിക്കുന്നത്? ഇവൻ ആരാണടേ? നാടെങ്ങും ഇപ്പോൾ തീവ്രവാദിയാ. ഇയാൾ പ്രേതങ്ങളെ ഓടിക്കുന്ന മന്ത്രവാദിയാ. അടികൈ. പോപ്പട്ട്, ഹണിയും ബണിയുടെയും ശരീരത്തിൽ ഭൂതം കയറിയിരിക്കുകയാണ്. അതെ, സോമന്റെ ശശിയുടെയും പ്രേതം. ഹോട്ടലിന്റെ ഓണറാണ് ഇദ്ദേഹത്തെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. എടാ, ഇത് സോമനും ശശിയും തന്നെയാണ്. ഡൽഹി ഡൽഹി ചുവന്ന ഉള്ളി. ഞാൻ പറയുകയാണ്, ഇത് സോമന്റെയും ശശിയുടെയും ആത്മാവാണ്. ഞാൻ അവരെ ഇതിനകത്ത് ആവാഹിക്കാൻ പോവുകയാണ്. മര്യാദക്ക് പൊയ്ക്കോ, അല്ലെങ്കിൽ ഞാൻ തന്നെ ചവിട്ടിക്കൂട്ടി അതിനകത്താക്കും. സംശയണ്ടോ? നീ എന്തായി പറയുന്നത്? ഇത് കള്ളമന്ത്രവാദിയാ. സോമനും ശശിയും പ്രേതമൊന്നും ആയിട്ടില്ല. ഇവർക്കും ഹണി ബണിക്കും ഒരേ രൂപമാണ്. എന്ത്? ആ, ഹണിയും ബണിയും ഇവരുടെ വീട്ടിലുണ്ട്.
കേരളം മുഴുവനും വന്നു വലിയ വലിയ മാള്. ഹണിയും പണിയും ഇവിടെ എടുത്തു ഡബിൾ റോള്. അടികൈ. അതെ സോമ ശശി, നിങ്ങൾ ഇവിടെ തന്നെ നിന്നോ. അവിടെ ഹണിയും പണിയും ഒന്നിച്ച് ആ തടിയന്മാരുടെ തടിയൊന്ന് നന്നാക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ചേട്ടാ. ആ തെമ്മാടികളെ പണിയെടുപ്പിച്ചെന്റെ നടു ഓടിച്ചോ. ആ ഹോട്ടലിൽ റൂം എടുത്ത് അവിടെ എങ്ങനെ കിടന്ന് ഉറങ്ങാം. ഫുട്ബോൾ മാത്രം വേണ്ട. നിങ്ങൾ പറയുന്ന പണിയൊക്കെ ഞാൻ എടുത്തോളാം. പ്ലീസ് ഫുട്ബോൾ മാത്രം വേണ്ട. പ്ലീസ് അങ്ങ് ഒന്നും ചെയ്തേക്കല്ലേ, ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കോളാം. പ്ലീസ് ഒന്നും ചെയ്തേക്കല്ലേ. വേണ്ട വേണ്ട, വീട്ടിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, ഞാൻ ചെയ്തോളാം. നോക്ക്, ഞാൻ വേണമെങ്കിൽ ഡാൻസ് കളിച്ച് കാണിച്ചു തരാം. അതയ്യ തക്ക തയ്യ തക്കതമ്മ, അതയ്യ തക്ക തയ്യ തക്കതമ്മ, അതയ്യ തക്കതമ്മ. എന്താ വക്കീല്? ഹലോ, ഹായ് ഗൈസ്. ഈ വക്കീല് ബാലുവിന്റെ വീട് എവിടെയാ? അങ്കിള് തന്നെയാണ് വക്കീല് ബാലു. അങ്ങനെ എങ്ങനെയാണ് സംഭവിക്കുക? ഞാനാണ് വക്കീലെങ്കിൽ പിന്നെ എന്റെ കോട്ട് എവിടെ പോയെന്ന് പറയേ. എന്റെ അങ്കിളെ കോട്ടൊക്കെ ഇട്ടോണ്ട് ആരെങ്കിലും ജോഗിങ്ങിന് പോവോ? അതെ അതെ, നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്. നിങ്ങൾ ഇതിനു മുമ്പ് എവിടെയോ കണ്ടതുപോലെ എനിക്ക് തോന്നുന്നു. എന്റെ അങ്കിളെ, ഞങ്ങള് സോമന് ശശിയുമാണ്. ആ അതെ അതെ, അത് ശരിയാണല്ലോ. ഇന്നലെയല്ലേ ഞാൻ നിങ്ങൾ രണ്ടുപേർക്കും പൈസ കൊണ്ടുവന്ന് തന്നത്? ഞങ്ങൾക്കല്ല, അങ്ങ് തന്നത് ഹണിക്കും പണിക്കുമാണ്. ഞങ്ങളുടെ വീട്ടിൽ അവരാണിപ്പോ താമസിക്കുന്നത്. ഈ ഹണി ബണി എന്ന് പറയുന്നത് ആരാണ്? അവരെ കാണാൻ ഞങ്ങളെ പോലെ ഇരിക്കും. ഞാൻ എന്താണ് ഈ കേൾക്കുന്നത്? യവന്മാർ എന്നെ നന്നായി പറ്റിച്ചല്ലോ. ഞാൻ അവന്മാരുടെ കയ്യിലാണോ കാശ് കൊടുത്തത്? വിടില്ല. ഒരു കുഴപ്പമില്ല, പേടിക്കേണ്ട ബാലു അങ്കിളെ. അല്ല, ഈ ബാലു ആരാണെന്ന് പറയോ? ആരാ ബാലു? അങ്ങ് തന്നെയാ, അങ്ങാണ് വക്കീൽ ബാലു. ആ അത് ശരിയാണ്. താങ്ക് യു. എനിക്ക് കോടതിയിൽ പോണം. അതിനു മുമ്പ് ഓടി തീർക്കണം. ബൈ ബൈ. എന്നാൽ പിന്നെ കാണാം. ഓക്കെ, ബൈ ബൈ. ഓഹോ, അപ്പൊ ഡബിൾ റോൾ ആയിരുന്നു അല്ലേ? അതാ ഞാനും ആലോചിച്ചത്. നിങ്ങൾ രണ്ടുപേർക്കും എവിടെ നിന്നാണ് ഇത്ര ധൈര്യം കിട്ടിയെന്ന്. ഇനി ഞാൻ ആരാണെന്ന് എല്ലാവർക്കും കാണിച്ചു കൊടുക്കാം. വരുന്നടാ, ഇനിയല്ലേ കളി തുടങ്ങാൻ പോകുന്നത്. സോമ, ശശി, അവരെങ്ങോട്ടായി കൊണ്ടുപോകുന്നത്? നിൽക്ക്. ഞങ്ങളെ വേഗം ഒന്ന് രക്ഷിക്കേ. ഞങ്ങൾക്ക് ഇയാളുടെ കൂടെ പോകണ്ട. ഇയാള് ഞങ്ങളെ തല്ലി കൊല്ലും. ഇവരെ എങ്ങോട്ടായി കൊണ്ടുപോകുന്നത്? വണ്ടി നിർത്ത. നിക്ക്, വണ്ടി നിർത്തൂ. നിർത്തു വണ്ടി. അയ്യോ രക്ഷിക്കണേ. കൈ തരൂ. അറിയണോ നിനക്ക് ചാട്ടവാറിന്റെ ചൂട്? ഫോൺ എടുക്ക. ഹലോ. അയ്യോ, ഇത് ഷൂ ആയിരുന്നോ? ഓ സോറി. ഹലോ. എടാ എടാ, ഇത് ഞാനാണ്. ഞാനെന്ന് പറഞ്ഞ ആരാ? ഇവിടെ രണ്ട് പൂച്ചകളുടെ തല്ലുകൊണ്ട് ഒരു പരുവത്തിലായിരിക്കുമ്പോഴാ അവിടെ. ഒരുപാട് സംസാരിച്ചാൽ ചാട്ടയുടെ ചൂട് നീ അറിയും. ഇപ്പൊ മനസ്സിലായോ? മനസ്സിലായി, എല്ലാം നന്നായിട്ട് മനസ്സിലായി. ഞാൻ പറയുന്നത് കേക്ക്. ഞാനിപ്പോൾ നമ്മുടെ പഴയ ഗോഡൌണിനകത്തുണ്ട്. കൂടെ സോമനും ശശിയുമുണ്ട്.
എടാ വെറുതെ കള്ളം പറയണ്ട, അതെങ്ങനെ സാധിക്കും? ഹ, എടാ അവന്മാര് ഡ്യൂപ്ലിക്കേറ്റാ. എടാ അവന്മാര് ഹണിയും പണിയാ. അവന്മാരോട് പറ സോമനെയും ശശിയും രക്ഷിക്കണമെങ്കിൽ മര്യാദക്ക് ഇങ്ങോട്ട് വരാൻ. ഹണി ആ ബണി ആ എന്താ പറഞ്ഞ? ആ എന്നെ എന്തെങ്കിലും ചെയ്താ സോമനെയും ശശിയും ഇനി വെറുതെ വിടില്ല. ആ സോമനും ശശിയും ഞങ്ങളുടെ വീട്ടിലുണ്ട്, സംശയമുണ്ടോ? ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അവന്മാരെ പൊക്കി രഘു ഗോഡൌണിൽ കൊണ്ടുപോയിരിക്കുക. ആ അവന്മാരെ രക്ഷിക്കണമെങ്കിൽ നിങ്ങൾ വേഗം എന്റെ കൂടെ വരാൻ നോക്ക്. ആ നീ നല്ലവനെ പോലെ അഭിനയിച്ചാലും നിന്റെ മുഖത്തെ കള്ളത്തരം മാറിയിട്ടില്ല. നീ അഭിനയിക്കാൻ കുറച്ചുകൂടെ പഠിക്കണം, സംശയമുണ്ടോ? ശരി വാ, അവരുള്ള സ്ഥലത്തേക്ക് നമുക്ക് പോകാം. എന്നാൽ ഒരു കാര്യം, സോമനും ശശി അവിടെ ഇല്ല എങ്കിൽ നിന്റെ കാര്യം പോക്കാ. ഇവന്മാരെ ഇനി രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താ ചെയ്യാ, ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. എടാ കാർ എടുത്ത് ഡൽഹി വരെ പോകാനുള്ള സമയം കഴിഞ്ഞല്ലോ. ഇവന്മാർ എങ്ങോട്ടാ പോയതാ? ഈ തത്ത എവിടെയാ പോയത്? ഒരിടത്തും കാണുന്നില്ലല്ലോ. ആ നീ വിട്ടേക്ക്. നമുക്ക് വേണ്ടത് തത്തയല്ല, നമുക്ക് വേണ്ടത് അവന്മാരെയാണ്. നമസ്കാരമുണ്ട്, നമസ്കാരം. നമസ്കാരമുണ്ട് ചേട്ടാ. നമസ്കാരം നമസ്കാരം ചേട്ടാ. നമസ്കാരം നമസ്കാരം ചേട്ടാ. നമസ്കാരം. നമസ്കാരം. ഇവിടെ രാഷ്ട്രീയക്കാരുടെ വല്ല മീറ്റിംഗ് നടക്കുന്നുണ്ടോ? നമസ്കാരം പറഞ്ഞു കളിക്കാനായിട്ട് അടങ്ങി നിക്കടാ. ആ ഞങ്ങൾ ഇവിടുന്ന് പോകാൻ അനുവദിക്ക. നീ ചെയ്യുന്നത് ഒട്ടും ശരിയല്ല. നിനക്ക് പോകാം, പക്ഷേ മുകളിലേക്ക് പോകാം. ഡാൻസ് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമല്ലേ? ഇന്ന് ഞാൻ നിങ്ങളെ പുതിയ ഡാൻസ് കളിപ്പിക്കും. ആ കളി കളിപ്പിച്ച് നിങ്ങളുടെ കളി ഞാൻ തീർക്കും. വരിനടാ, വന്ന് കളിക്കേൻ. ആടിക്കോ. എന്റെ പൊന്നു ചേട്ടാ, പ്ലീസ് അവരെ വിട്ടേക്ക്. അങ്ങ് എന്ത് പറയുന്നുവോ അത് ഞങ്ങൾ ചെയ്തോളാം, പ്ലീസ്. ആ വരേണ്ട ആൾ എത്തിക്കഴിഞ്ഞു. ആ വക്കീൽ എന്തായാലും സ്വത്തുക്കളുടെ ഡോക്യുമെന്റുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇന്നത്തോടു കൂടി എല്ലാത്തിനും ഒരു തീരുമാനമാകും. ആ എടാ എന്നെ വിട്, പറഞ്ഞാ കേക്ക്. എനിക്ക് പാടത്തിലേക്ക് പോകാനുള്ളതാണ്. നിങ്ങൾ ഇങ്ങനെ പിടിച്ചു വെച്ചാൽ അവിടുത്തെ ജോലിയൊക്കെ ആര് ചെയ്യും? എന്തോടാ ചെയ്യുന്നേ? എടോ മരം മണ്ടം വക്കീലേ, വീണ്ടും താൻ ആരാണെന്ന് മറന്നുപോയോ? താൻ വക്കീലാണോ? വക്കീല്. അങ്ങനെ എങ്ങനെയാ സംഭവിക്കുക? ഞാൻ വക്കീലാണെങ്കിലേ പിന്നെ എങ്ങനെയാ ഞാൻ ദിവസവും വയലിൽ ഇറങ്ങി കൃഷിയൊക്കെ നടത്തുന്നത്? എന്റെ അമ്മേ, ഇവൻ പറയുന്ന കേൾക്കുമ്പോ എനിക്ക് തല ഇറങ്ങുന്നു. എന്തൊക്കെ ചുറ്റിയാലും കൃഷി നടത്താതിരിക്കാൻ പറ്റുമോ? എടാ മരം മണ്ട മതിയാക്ക്. നിനക്ക് കൃഷിയൊക്കെ പിന്നീട് നടത്താം. ആദ്യം ഇവരുടെ പേരിലുള്ള പ്രോപ്പർട്ടീസ് ഞങ്ങളുടെ പേരിലാക്ക്. ഡോക്യുമെന്റ്സ് എടുക്ക, ഡോക്യുമെന്റ്സ്. വേഗം വേഗം സൈൻ ചെയ്യാ. ആ നമ്മൾ കോടീശ്വരരായി. ആ നമ്മൾ കോടീശ്വരരായി. ആ അതെങ്ങനെ നിങ്ങൾ കോടീശ്വരന്മാരാകാൻ കഴിയും? ഇതൊക്കെ നിങ്ങളുടെ മരണത്തിന് ശേഷമേ കിട്ടുകയുള്ളൂ, മനസ്സിലായോ? ഞാനെന്തിനാ മരിക്കേണ്ടത്? എന്റെ പൊന്ന് സാറേ, 15 കോടിയുടെ ഇൻഷുറൻസ് പോളിസി എടുത്താൽ അത് മരണത്തിന് ശേഷമല്ലേ കിട്ടുകയുള്ളൂ? എടാ നീ ഇൻഷുറൻസ് പോളിസിയുടെ പേപ്പറാണോ കൊണ്ടുവന്നത്? അതെ എന്റെ പൊന്ന് ചേട്ടായി. സോമ, ശശി, ഓടിക്കോ. കൊച്ചളിയ, എനിക്ക് ഓടണം. എന്നോട് ഓടാൻ പറ. ഓർഡർ കഴുതേ, ഓട്. വേഗം പിടിക്ക്, അവർ പുറത്തു പോകാൻ പാടില്ല. ഓ നിനക്കൊക്കെ ഗുണ്ടകളെന്ന് പറയാൻ കാണാമല്ലേ? ആ പീറ പൂച്ചകളുടെ കയ്യിൽ നിന്നും തല്ലുകൊള്ളുകയാണോ? ഞാൻ വേണമെങ്കിൽ ഒന്ന് ശ്രമിക്കട്ടെ. എടോ താൻ ഗുണ്ടയല്ല, വക്കീല. താൻ എത്രയും പെട്ടെന്ന് പ്രോപ്പർട്ടീസിന്റെ പേപ്പേഴ്സ് ഒക്കെ എടുക്കണോ? വെക്കവിടെ, അല്ലെങ്കിൽ ഇവന്റെ പണി ഞാൻ അങ്ങ് തീർക്കും. കലക്കി. ഇതോടെ ഉമ്മാരുടെ കളി തീർന്നു. ഇനി എന്തായാലും നമ്മൾ വിചാരിച്ച പോലെ നടക്കും. ആ എടേ, അവന്റെ പുറത്ത് ആര് കൈവച്ചാലും അവന്റെ അവസാനമായിരിക്കും, സംശയമുണ്ടോ? എടാ തത്തമ്മേ, എന്റെ അടുത്താണോ നിന്റെ കളി? അറിയണോ നിനക്ക് ചാട്ടയുടെ ചൂട്? അതെ, നമുക്ക് എന്തായാലും ചൂട് തമ്മിൽ അറിയിക്കുന്നേ. എന്നാൽ ചാട്ട ഇല്ലാതെ തന്നെ. ഓക്കേ, ഞങ്ങളത് കണ്ട് രസിക്കാൻ പോകുന്നു.
നീ പറഞ്ഞത് രണ്ടുപേരെ ഉള്ളൂന്നാ, പക്ഷെ ഇവിടെ നിന്ന് നോക്കിയപ്പോൾ 2, 2, 4, 4, 6, 6, 8 പേരുണ്ടല്ലോ. എന്റെ സാറേ, എന്തായാലും വന്നു കഴിഞ്ഞില്ലേ, ഇനി നമുക്ക് അടിച്ചു തീർക്കാന്നേ. എടാ രാമ, ഇൻസ്പെക്ടർ പാണ്ട, നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തിയേ? അത് പിന്നെ നമ്മുടെ പോപ്പറ്റ എനിക്ക് ഫോൺ ചെയ്ത് പറഞ്ഞത്. ഉടൻ തന്നെ ഞാൻ പറഞ്ഞിങ്ങെത്തി. കൂട്ടുകാരൻ വിളിച്ചാ വരാതിരിക്കാൻ പറ്റുമോ? അല്ല. ഇങ്ങനെ ചെയ്യാൻ നിനക്ക് എവിടെ നിന്ന് ധൈര്യം കിട്ടിയേ? എന്റെ ബോസ് അല്ലേ തല്ലാൻ പറഞ്ഞത്? ഞാൻ ബോസ് എന്ത് പറഞ്ഞോ അത് മാത്രമല്ലേ ചെയ്തത്. എടാ എന്നെയല്ല, ഇവന്മാരെയാണ് തല്ലാൻ പറഞ്ഞത്. അറ്റാക്ക്. മമ്മി മമ്മി അയ്യോ സോറി, അറിയാതെ പറ്റിപ്പോയതാണേ. അയ്യോ, ഇനി തെറ്റ് പറ്റി എന്നെ തല്ലിക്കൊരു ഓടിക്കോ. ഇനി എന്തായാലും തെറ്റ് പറ്റില്ല. ഇന്ന് പിടിച്ചോ. പോലീസുകാരനെ തല്ലാൻ മാത്രം നീ വളർന്നോ? തീർത്തു കളയുന്നതിന് ഞാൻ. ഇവന്മാരെ വിശ്വസിക്കുന്നോണ്ട് ഒരു രക്ഷയില്ല. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടണം. നീ വലിയ ഗുണ്ടയല്ലേ, നിന്റെ ശക്തി എന്റെ അടുത്തൊന്ന് കാണിക്ക. ചൂടറിയണോ ചാട്ടവാറിന്റെ? അങ്ങോട്ട് നോക്കൂ ചേട്ടാ, ഒരുപാട് ചോക്ലേറ്റ് കിടപ്പുണ്ട്. എനിക്ക് ചോക്ലേറ്റ് വേണം, ചോക്ലേറ്റ് വേണം, വേണം. ഉം, ഉം, ഉം. മര്യാദയ്ക്ക് ഒന്നും അല്ലെങ്കിൽ ഞാൻ വെടിവെക്കും. ഞാൻ വെറുതെ പറയുകയല്ല, മനസ്സിലായല്ലോ. വെടിവെക്കാൻ അതിനകത്ത് ഉണ്ടയൊന്നുമില്ലടാ മണ്ട. അതെ, ചെയ്തതൊക്കെ ചെയ്തിട്ട് അങ്ങ് രക്ഷപ്പെടാന്ന് വിചാരിച്ചു അല്ലേ? എന്നാ പിടിച്ചോ. എന്നെ തല്ലുകയാണോ നിങ്ങൾ? ഞാനൊരു പഴയ ഗുണ്ടയാണ്, ഗുണ്ട. എന്നെ തൊട്ട് കളിച്ചാൽ അക്കളി ഇക്കളി തീക്കളിയാണ്. എന്നോടാണ് കളി. എന്റെ പൊന്നു ചേട്ടാ, ചേട്ടൻ വക്കീലാണ്, വക്കീല്. എന്താണ് നിങ്ങൾ ഈ പറഞ്ഞത്? ഞാനൊരു വക്കീലാണല്ലേ, പിന്നെ ഞാൻ എങ്ങനെയാണ് ഒരു ഗുണ്ടയായിട്ട് മാറിയത്? എന്റെ അമ്മച്ചി, തെറ്റ് പറ്റിപ്പോയല്ലോ. നീ ജനിച്ചത് തന്നെ വലിയൊരു തെറ്റാടാ മണ്ടൻ വക്കീലേ. എടാ മതിയാക്ക, ഇനി തല്ലുകയാണെങ്കിൽ എന്റെ പണി തീരൂടാ. അയ്യോ, എന്നെ തല്ലല്ലേ, എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോ, എനിക്ക് വേദനിക്കുന്നേ. അയ്യോ എന്റെ അമ്മച്ചി, കിഡ്നാപ്പിംഗ്, അറ്റംപ്റ്റ് ടു മർഡർ, സ്വത്ത് കൈവശമാക്കാൻ വേണ്ടി സോമനെയും ശശിയും വർഷങ്ങളായി ഇവർ ടോർച്ചർ ചെയ്തിരിക്കുകയാണ്. ഇതിനെല്ലാത്തിനും ശിക്ഷ കിട്ടുകയാണെങ്കിൽ ഈ ഒരു ജന്മം മാത്രമല്ല, അടുത്ത ജന്മത്തിൽ ഇവർ ജയിലിൽ തന്നെ കിടക്കേണ്ടി വരും. വളരെ താങ്ക്സ്. നിങ്ങൾ കാരണമാണ് ഞങ്ങൾക്ക് ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞത്. താങ്ക് യു. ആര് തെറ്റ് ചെയ്താലും ഞങ്ങളെ കണ്ടുകൊണ്ട് വെറുതെ ഇരിക്കില്ല. നിങ്ങൾക്ക് കിട്ടിയ സ്വാതന്ത്ര്യത്തിനായി ഇന്ന് ഞങ്ങൾ പാർട്ടി തരണം. ഇന്നെന്താ ആഗസ്റ്റ് 15 ആഗസ്റ്റ് 15 കഴിഞ്ഞിട്ട് 6 മാസം ആയടേ. ആഗസ്റ്റ് 15 അല്ലെങ്കിൽ പിന്നെ എങ്ങനെ സ്വാതന്ത്ര്യം ആഘോഷിക്കാൻ പറ്റുക? സോമന ശശി ഇപ്പോൾ സ്വതന്ത്രമായത് ആഘോഷിക്കാമെന്ന് പറഞ്ഞതാണ്. ഇൻസ്പെക്ടർ സാറേ, നമ്മുടെ രാജ്യത്തിന് മുഴുവൻ ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടി, പക്ഷെ ഇവർക്ക് മാത്രം എന്താ അത് കൊടുക്കാത്തത്? ഈ ഹണിയെ ഇവിടുന്ന് പെട്ടെന്ന് നാട് കിടത്ത്. എന്തായാലും നമുക്കിന്ന് ആഘോഷിക്കാം. ഈ നടക്കുന്ന പാർട്ടിയിൽ നിങ്ങളൊക്കെ തന്നെയാണ് സ്പെഷ്യൽ ഗസ്റ്റ്.
ഇന്ന് നമുക്ക് അടിച്ചു പൊളിക്കണം. അതെ, ഇത് നമ്മൾ മറക്കാൻ പറ്റാത്ത ഒരു ആഘോഷമാക്കണം. ഇന്നത്തെ പാർട്ടി അടിപൊളി പാർട്ടി. झोलमाल है सब झोलमाल है, झोलमाल है सब झोलमाल है, झोलमाल है सब झोलमाल है, झोलमाल है सब झोलमाल है। बिल्ले चले पोपट की चाल है, डॉगी का देखो क्या बुरा हाल है। झोलमाल है सब झोलमाल है, झोलमाल है सब झोलमाल है, झोलमाल है सब झोलमाल है, झोलमाल है सब झोलमाल है। काकुर के पेट्स ये करते हैं रेस, खाने को मिले इन्हें बेस्ट बेस्ट बेस्ट। पोपट जोरदार का है ये से, हनी बनी करे मस्ती एवरीडे। जैसे भी है इनकी दोस्ती है बाकी कोई भी प्रॉब्लम इन्हें छू नहीं सकती। झोलमाल है सब झोलमाल है, झोलमाल है सब झोलमाल है, झोलमाल है सब झोलमाल है, झोलमाल है सब झोलमाल है।